റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നത്. നമ്മളെല്ലാവരും റേഡിയോ സ്റ്റേഷനുകളൊക്കെ FM സ്റ്റേഷനുകളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, ഈ റേഡിയോയുടെ ട്രാൻസ്മിഷനും റിസപ്ഷനും ഒക്കെ നടക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്മിറ്റിൽ നിന്ന് അയക്കുന്ന സിഗ്നൽ എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്ന് നമുക്ക് ഏറെക്കുറെ അല്ലെങ്കിൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. മോഡുലേഷനും അതിൻ്റെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രം ഒക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം. എന്തായാലും നമുക്ക് എങ്ങനെയാണെന്ന് നടക്കുന്നതെന്ന് നോക്കാം. ദ സ്റ്റേഷൻസ് ബ്രോഡ്കാസ്റ്റ് സ്പീച്ച്, മ്യൂസിക് എറ്റ്സെട്ര. സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? മ്യൂസിക് അല്ലെങ്കിൽ സ്പീച്ച് തുടങ്ങിയ കാര്യങ്ങളാണ്. ദേ ആർ കൺവെർട്ടഡ് ഇൻ ടു വേരിയിങ് ഇലക്ട്രിക് കറന്റ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ മൈക്രോഫോൺ. അപ്പോൾ ഈ മ്യൂസിക് അല്ലെങ്കിൽ ഈ സ്പീച്ച് എന്ന് പറയുന്നതിനെ ഫസ്റ്റ് നമ്മൾ എന്തായിട്ട് കൺവെർട്ട് ചെയ്യണം? ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവെർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്ഡ്യൂസറാണ് മൈക്രോഫോൺ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു രൂപത്തിലുള്ള എനർജിയെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്ന ഉപകരണങ്ങളെ നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. വൺ ഫോം ഓഫ് എനർജി ഈസ് കൺവെർട്ടഡ് ഇൻ ടു അനദർ ഫോം ഈസ് കോൾഡ് ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ ഇവിടെ മൈക്രോഫോൺ എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ച് സൗണ്ട് സിഗ്നലുകളെ നമ്മൾ ഇലക്ട്രിക് സിഗ്നലുകളായിട്ട് കൺവെർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ദ ഫ്രീക്വൻസി ഓഫ് ദ സിഗ്നൽ ലൈസ് ഇൻ ദ ഓഡിയോ റേഞ്ച്. അപ്പോൾ ഈ മൈക്ക് കൺവെർട്ട് ചെയ്ത ഇലക്ട്രിക് സിഗ്നൽ എന്ന് പറയുന്ന ആ ഇലക്ട്രിക് സിഗ്നലിന്റെ ഫ്രീക്വൻസി ഓഡിയോ റേഞ്ചിലുള്ളതാണ്. അതായത് 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയിലുള്ള ഒരു ലോ ഫ്രീക്വൻസി സിഗ്നൽ ആയിരിക്കും. ദെയർഫോർ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആൻ ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽ. ആ 20 ഹെർട്സിനും 20 കിലോ ഹെർട്സിനും ഇടയിലുള്ള നമുക്ക് കേൾക്കാൻ പറ്റുന്ന റേഞ്ചിലുള്ള ആ സിഗ്നൽ ആയതുകൊണ്ട് അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽ. നമ്മൾ പറഞ്ഞതാണ്, ദീസ് ലോ ഫ്രീക്വൻസി സിഗ്നൽ കനോട്ട് ബി ട്രാൻസ്മിറ്റഡ് ഡയറക്ട്ലി. നമ്മൾ ഇതിനെ ഈ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നേരിട്ട് അയക്കാനായിട്ട്, കൂടുതൽ ദൂരത്തേക്ക് അയക്കാനായിട്ട് കഴിയില്ല. So, a wave of constant amplitude and extremely high frequency are generated and audio frequency signal is superimposed on it. അതുകൊണ്ട് ലോ ഫ്രീക്വൻസി സിഗ്നലിനെ കൂടുതൽ ദൂരത്തേക്ക് അയക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ കണ്ടു, ഒരു ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ നമ്മൾ ജനറേറ്റ് ചെയ്തു. ആ ജനറേറ്റ് ചെയ്ത കാരിയർ സിഗ്നലിലേക്ക് ഈ ലോ ഫ്രീക്വൻസി മെസ്സേജ് സിഗ്നലിനെ നമ്മൾ സൂപ്പർ ഇമ്പോസിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടത്തി. ഇതിനെ പറയുന്ന പേരാണ് മോഡുലേഷൻ. അപ്പോൾ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ കാരിയർ സിഗ്നലിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്ത് നമ്മൾ മോഡുലേഷൻ നടത്തി. ദ കാരിയർ വേവ് ക്യാൻ ബി ലിങ്ക്ഡ് ടു എ ഹോഴ്സ് ആൻഡ് ദ ഇൻഫർമേഷൻ സിഗ്നൽ ആസ് എ റൈഡർ. നമ്മൾ ഇതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ കാരിയർ സിഗ്നലിനെ നമ്മളൊരു ഹോഴ്സിനോട്, കുതിരയോടും, ഇൻഫർമേഷൻ സിഗ്നൽ അത് ഓടിക്കുന്ന റൈഡറോടായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുതിര ഇങ്ങനെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ ആ റൈഡർ ഓട്ടോമാറ്റിക്കായിട്ട് എവിടെ എത്തും? ഈ കുതിര എവിടെ എത്തുന്നോ അവിടെ എത്തും. എന്നതുപോലെ കാരിയർ സിഗ്നൽ ഉപയോഗിച്ച് നമുക്ക് എത്തിക്കേണ്ട സിഗ്നൽ മെസ്സേജ് സിഗ്നലാണ്. ആ മെസ്സേജ് സിഗ്നലിനെ എത്തിക്കുന്നു. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മോഡുലേഷൻ. Similarly, the duty of the carrier is to carry the audio signal to the destination. നമ്മൾ പറഞ്ഞതാണ്, അത് നമ്മൾ മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞതുപോലെ ഈ കാരിയർ സിഗ്നലിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഓഡിയോ സിഗ്നലിനെ അല്ലെങ്കിൽ മെസ്സേജ് സിഗ്നലിനെ എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ ഫസ്റ്റ് സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക് സിഗ്നലായിട്ട് മൈക്രോഫോൺ ഉപയോഗിച്ച് കൺവെർട്ട് ചെയ്തു. ആ കൺവെർട്ട് ചെയ്ത സിഗ്നൽ എന്ന് പറയുന്നത് ഓഡിയോ റേഞ്ചിലുള്ളതാണ്. അതിന് നേരിട്ട് അയക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിനെ മോഡുലേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ കാരിയർ സിഗ്നലിനെ അതിൻ്റെ കൂടെ ചേർത്തു. അപ്പോൾ കാരിയർ സിഗ്നലിന് കൂടുതൽ ദൂരത്തേക്ക് പോകാനായിട്ട് കഴിയും. അതിൻ്റെ ഫലമായിട്ട് മെസ്സേജ് സിഗ്നലിനെ കാരിയർ സിഗ്നൽ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കും. അറ്റ് ദ റിസീവിംഗ് എൻഡ് ദ ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി കാരിയർ. അപ്പോൾ നമ്മൾ കാരിയറിൻ്റെ കൂടെ ചേർത്താണ് മെസ്സേജ് സിഗ്നലിനെ നമ്മൾ ഓൾറെഡി അയച്ചേക്കുന്നത്. റിസീവറിൽ നമ്മൾ മോഡുലേഷന്റെ ഒരു ഓപ്പോസിറ്റ് പ്രവർത്തനം നടക്കും. അതിന് പറയുന്ന പേരാണ് ഡീമോഡുലേഷൻ. ആ ഡീമോഡുലേഷന്റെ ഫലമായിട്ട് കാരിയർ സിഗ്നലിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് സിഗ്നലിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മോഡുലേറ്റഡ് വേവിൽ നിന്ന് മെസ്സേജ് സിഗ്നലിനെ മാത്രം നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന പ്രവർത്തനമാണ് ഡീമോഡുലേഷൻ. അപ്പം ഇതാണ് ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റിങ്ങിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഫസ്റ്റ് നമ്മൾ മ്യൂസിക്കിനെ, സ്പീച്ചിനെ
ഇലക്ട്രിക് സിഗ്നലായിട്ട് കൺവെർട്ട് ചെയ്തു. അതിനുവേണ്ടി മൈക്രോഫോൺ ഉപയോഗിച്ചു. ആ ഇലക്ട്രിക് സിഗ്നലിന്റെ ഫ്രീക്വൻസി വളരെ ലോ ആണ്. ആ ലോ ഫ്രീക്വൻസി സിഗ്നലിനെ നേരിട്ട് നമുക്ക് ദൂരേക്ക് അയക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വേറെ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ ജനറേറ്റ് ചെയ്തു. ആ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ മോഡുലേഷൻ എന്ന പ്രോസസ്സിലൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് മെസ്സേജ് സിഗ്നലിനെ കാരിയർ ഫ്രീക്വൻസിയുടെ കൂടെ ചേർത്തു. അപ്പോൾ ആ മോഡുലേറ്റഡ് വേവാണ് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് വരുന്നത്. റിസീവറിൽ അത് ഡീമോഡുലേഷൻ എന്ന് പറയുന്ന മോഡുലേഷന്റെ പ്രവർത്തനത്തിന് വിപരീതമായ പ്രവർത്തനം നടക്കും. അതായത് കാരിയറിനെ ഇവിടെ എത്തിക്കുക എന്നുള്ള ഡ്യൂട്ടി ആയിരുന്നു കാരിയറിനുണ്ടായിരുന്നത്. അത് ഓൾറെഡി അവിടെ എത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കാരിയറിനെ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് റിമൂവ് ചെയ്യും, അതിൽ നിന്ന് ഒഴിവാക്കും. മെസ്സേജ് സിഗ്നലിനെ റീപ്രൊഡ്യൂസ് ചെയ്യും. അവിടെ നിന്ന് നമ്മൾ എന്താണോ മെസ്സേജ് ആയിട്ട് അയച്ചത് ആ മെസ്സേജിനെ മാത്രം നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്ന പ്രവർത്തനമാണ് ഡീമോഡുലേഷൻ. പോയിന്റ് ഇതാണ്. ട്രാൻസ്മിറ്ററിൽ നടക്കുന്ന പ്രവർത്തനമാണ് മോഡുലേഷൻ, റിസീവറിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഡീമോഡുലേഷൻ.